ഓണത്തിന് 2 മാസത്തെ പെൻഷൻ നൽകാൻ സർക്കാർ തീരുമാനം. ഇതിനായി 1700 കോടി രൂപ അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കി. കൂടുതൽ വിവരങ്ങൾ സൂര്യഗായത്രി നൽകും. സൂര്യ, എന്നു മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും? മറ്റു കൂടുതൽ വിവരങ്ങൾ. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് സർക്കാരിന്റെ ഓണ സമ്മാനമായി 2 ഗഡു ക്ഷേമ പെൻഷൻ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഇതിനായി 1700 കോടി രൂപ അനുവദിച്ചതായിട്ട് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട്. 62 ലക്ഷത്തോളം പേർക്കാണ് ഇത്തവണ ഓണത്തിന് 3200 രൂപ വീതം ലഭിക്കുക. നിലവിൽ വിതരണം തുടരുന്ന 1 ഗഡുവിന് പുറമെയാണ് 2 ഗഡു കൂടി അനുവദിച്ചിപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. ബുധനാഴ്ച മുതൽ ഇത് ഗുണഭോക്താക്കളുടെ കൈകളിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. അനുവദിച്ച 2 ഗഡുവിൽ ഒരെണ്ണം കുടിശ്ശികയായിട്ട് ഇപ്പോഴും ഉണ്ട്. ഈ പണഞ്ഞെരുക്കം കാരണം ഉണ്ടായ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ വർഷവും അടുത്ത വർഷവുമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നേരത്തെ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴാണ് ഓണക്കാലത്ത് 1 ഗഡു കുടിശ്ശികയെങ്കിലും നൽകാനുള്ള സർക്കാരിന്റെ ഒരു ദൃഢനിശ്ചയം എന്നതാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പ് നൽകിയിരിക്കുന്ന ഒരു അറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. പെൻഷൻ വിതരണത്തിന് പ്രഥമ മുൻഗണനയാണ് സർക്കാർ നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ നടക്കാൻ പോകുന്നത്. എന്തായാലും 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ 6.8 ലക്ഷം പേർക്കാണ് ശരാശരി 300 രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത്. കേരളത്തിൽ പ്രതിമാസ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് 1600 രൂപയാണ്. ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനം കണ്ടെത്തുന്നു. എന്തായാലും ഓണത്തിന് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്നവർക്ക് ഒരു സഹായം എന്നോണമാണ് ഈ തുക ഇപ്പോൾ അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഓണത്തിന് 2 മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. 1700 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു. വിവരങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്.